രണ്ടാമത്തെ പത്രം എന്ന് പറയുമ്പോൾ മാതൃഭൂമിയേക്കാൾ ഒരു പ്രത്യേകതയുണ്ടോ? വെളിയാണെങ്കിൽ ദീപിക എന്ന് പറഞ്ഞ പത്രം ഞാൻ ഏറ്റെടുത്തപ്പോൾ ഇത് നന്നാവില്ല മോനെ, ഈ പത്രം എന്ന് പറഞ്ഞ സാധനം ഇത് ഓരോ മാസവും 60-75 ലക്ഷം രൂപ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന പത്രം ഒരു ലാഭത്തിലേക്കാക്കാൻ പറ്റിയ ഒരാൾ എന്നുള്ള നിലയിൽ പറയാണ്. എനിക്ക് കേരളത്തിലെ രണ്ടാമത്തെ പത്രമാക്കിയ പത്രം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള കപ്പാസിറ്റി എന്റെ കമ്പനിക്ക്, ഞാൻ മാത്രമല്ല, ഞാനൊന്നും നോക്കണ്ട, ഞാൻ ദിവ്യയിലൊന്നും നോക്കാറില്ല, അത്രയും നല്ല ടീമുകളുണ്ട്. അവരെ പിന്നെ പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രം. പാരീസ് അബൂബക്കർ, അതായത് ഈ പറഞ്ഞ സാമൂഹിക ഈ പറഞ്ഞ സൽക്കർമ്മങ്ങൾക്ക് പണം കൊടുക്കാറുണ്ടെന്ന് പറയും. അത് പാരീസ് അബൂബക്കർ എന്ന് പറഞ്ഞില്ല. അത് എന്താന്ന് പറഞ്ഞാൽ ഈ സൽക്കർമ്മങ്ങൾക്ക് ഞങ്ങൾക്ക് ഞാനൊരു മതവിശ്വാസിയാണ്, മുസ്ലിം മതവിശ്വാസിയാണ്. ഞങ്ങൾക്ക് ദക്കാത്തുണ്ട്, സദക്കയുണ്ട്, ഞങ്ങൾക്ക് പല തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഞാൻ എനിക്ക് ഇൻട്രസ്റ്റിന്റെ പൈസ വാങ്ങിക്കാൻ പറ്റില്ല. ഞാൻ ഈ സ്പോർട്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിന്റെ പണം സ്പോർട്സിന് മാത്രം കൊടുക്കും, ബാക്കിയല്ല. കാരണം ഇൻട്രസ്റ്റിന്റെ പണം ഒരാളെ കൊണ്ട് തിന്നിക്കാൻ, നമ്മൾ തിന്നാനോ തിരിച്ചിക്കാനോ പാടില്ല എന്നുള്ളതാണ് ഒരാളെക്കൊണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ മുമ്പ് ഇൻട്രസ്റ്റിന്റെ പണം എടുത്തിട്ട് ഇൻട്രസ്റ്റിന് ബുദ്ധിമുട്ടുന്നവർക്ക് കൊടുക്കുകയായിരുന്നു. ഞാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വിളിച്ചിട്ട് എന്റെ ഇത്ര രൂപ ഇൻട്രസ്റ്റിന്റെ പണം ഉണ്ട്, അത് വെച്ചിട്ട് ഒരു മൈക്രോ ഫൈനാൻസ് തുടങ്ങാൻ പറ്റുമോ എന്ന് വരെ ചോദിക്കാൻ ആലോചിക്കാനിരുന്നു. ഈ രാഷ്ട്രീയക്കാരെ വെച്ച് നടത്തുന്ന പരിപാടിയില്ല. വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഏറെക്കുറെ എത്ര കോടി രൂപ ഉണ്ടായിരിക്കും അങ്ങനെ ചെലവഴിക്കുന്നത്? അല്ല, അങ്ങനെ അത് വേണ്ട പറയാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കേരളത്തിലെ ഒരു മാധ്യമ സാരഥിയായി മാറി. ഞാൻ അഭിമാനിച്ചിരുന്നു കേരളത്തിലെ ഏറ്റവും ചെറുപ്പക്കാരായ മാധ്യമ സാരഥിയുള്ള ഒരാൾ ഞാനാണ്. പക്ഷെ ഇങ്ങനെ ഒന്നുകൊണ്ട് ഞാൻ തട്ടിപ്പോയി, സത്യം പറയാൻ. അപ്പൊ ഈ സാധാരണ ഇപ്പൊ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പല സമിതികളിൽ ഒന്നാണ് ഈ പറഞ്ഞ മാധ്യമ സിൻഡിക്കേറ്റിന് വിരുദ്ധമായ മറ്റൊരു സിൻഡിക്കേറ്റ്. എനിക്കൊന്ന് ഒരുപാട് പോരാട്ടങ്ങൾ തന്നെ, എനിക്കൊന്ന് രാഷ്ട്രീയ രംഗത്ത് തന്നെ CPM തന്നെ എനിക്കൊന്ന് അഭിപ്രായങ്ങളും അഭിപ്രായ സമന്വയങ്ങളും ഇല്ലായ്മയും ഒക്കെ ഉണ്ടായ ഒരു വിഷയമാണ്. എന്താണ് പാരീസിന്റെ അനുഭവം? പാരീസും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഈ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമില്ല. പക്ഷേ കുറച്ച് ആളുകൾ ചേർന്ന് ചില കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്രോ അതല്ലാതെ ഒരു സിൻഡിക്കേറ്റ് എല്ലാ പത്രപ്രവർത്തകരും ഇങ്ങനെ സിൻഡിക്കേറ്റിന്റെ ഭാഗമാണ് പിണറായി വിജയൻ പറയുന്ന പോലെ എല്ലാ പത്രക്കാരും ഇങ്ങനെ കാശിട്ട് അങ്ങനെ പറയുന്നില്ല. ഞാൻ പിണറായി വിജയൻ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ധ്വനി കേട്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കുറച്ച് ആളുകൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞോളൂ. എന്റെ ഒരു റിപ്പോർട്ടർ VS അച്യുതാനന്ദനെ സെൻഷർ ചെയ്തു എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു വന്നു. VS അച്യുതാനന്ദനെ സെൻഷർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെൻഷർ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, അത് ആവാൻ സാധ്യതയുണ്ടോ? കാരണം അങ്ങനത്തെ ഒരു ഭാവവും ഇതൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഇല്ല സാർ, സെൻഷർ ചെയ്തിട്ടുണ്ട്, ഇത് പ്രകാശ് കാരായിട്ട് റിപ്പോർട്ട് ചെയ്തു, നിങ്ങൾ സാറൊന്ന് അന്വേഷിക്കും. എന്റെ ഗതികേടിന് ഞാൻ പിണറായി വിജയനെ വിളിച്ചു. കാരണം ഇങ്ങനൊരു വാർത്ത ഉണ്ടായപ്പോൾ നിങ്ങളങ്ങനെ വിളിക്കാവുന്ന ഒരു ബന്ധം ഉണ്ടായിട്ടല്ല. നമ്മളിപ്പോ പത്രക്കാരാണ്. എന്റെ ആളുകൾ രാവിലെ പറഞ്ഞു, ഉച്ചക്ക് വന്നു, വൈകുന്നേരം പറഞ്ഞു, പിറ്റേന്നത്തെ രാഷ്ട്രദീപികയ്ക്ക് വേണ്ടിയെങ്കിലും ഒന്ന് വിളിക്കണം സാർ എന്ന് പറഞ്ഞപ്പോ ഈ റിപ്പോർട്ട് രാഷ്ട്രദീപികയിൽ വരുന്നതിന്റെ 4 ദിവസം മുമ്പാണ് പക്ഷെ എന്നോട് പറഞ്ഞത്. ഞാൻ ശരി വിളിക്കാന്ന് പറഞ്ഞു. കാരണം ഞാനൊരു ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന, ഞാൻ വളരെ എന്റെ എത്ര തിരക്കുണ്ടെങ്കിലും എന്റെ ജേർണലിസ്റ്റുകളൊക്കെ വിളിച്ചാൽ ഞാൻ ഒരുപാട് സമയം അവർ വിളിച്ചത്. കാരണം എല്ലാം കാശിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് തോന്നുന്നത്. എന്നെ വളരെ എന്തൂസിയസ്റ്റിക് ആയിട്ട് എന്റെ ഒരു കൊളീഗായിട്ട് കാണുന്ന ആളുകളാണ്, എന്നോട് ഇങ്ങോട്ട് അഭിപ്രായം പറയുന്ന ആളുകളാണ്. അപ്പോ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പിണറായി വിജയനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ DVA എന്നാണ്, ഞാൻ DVAയുടെ ആളല്ല, ഇങ്ങനെ ഒരു വാർത്ത എൻ്റെ ഒരു റിപ്പോർട്ട് കേൾക്കുന്നുണ്ട്, അതൊന്ന് ക്ലിയറിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ചത്. ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തത്. കാരണം നമുക്കൊരു വാർത്ത ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ പിണറായി വിജയന്റെ സൈഡിലുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ ഞങ്ങൾ വളരെ അന്വേഷിച്ച് പിടിച്ചൊക്കെ തുറന്ന് കാണിക്കാൻ സാധ്യത എടുക്കുന്ന ഒരു പത്രത്തിന്റെ സാരഥിയായ ഞാൻ വിളിച്ചു. പിണറായി വിജയൻ എന്ന് ചിരിച്ചു. അപ്പോ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് സ്പഷ്ടമാക്കാൻ വേണ്ടി ഞാൻ വേറെ ആരെങ്കിലും വിളിക്കാമെന്ന് ഞാൻ കരുതി. പിന്നെ ഞാൻ വിളിച്ചില്ല. അതിന്
ശേഷം ഞാൻ MA ഇങ്ങനത്തെ ഒരു കാര്യം ഒന്ന് പിണറായി വിജയൻ ഇനി വിളിക്കില്ല എന്ന് തീരുമാനിച്ചു. MA ബേബിയെ ഞാൻ വേറൊരു കാര്യത്തിൽ ഇങ്ങനെ വിളിച്ചപ്പോൾ നോ കമന്റ്, കുറച്ചുകൂടെ ഡീസെന്റ് ആയിട്ടാണ് പുള്ളി നോ കമന്റ്. ഇങ്ങനെ ഒരാൾ ചിരിക്കുകയും ഒരാൾ ചിരിക്കുകയല്ല, ഒരാൾ എന്ന് പറയുകയും ഒരാൾ നോ കമന്റ്സ് എന്നും പറയുകയും ചെയ്യുന്ന ആളുകൾ ഉള്ള ഒരു സ്ഥലത്ത് ഏത് പത്രക്കാരനാണ് പോയിട്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുക? എന്റെ പത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പത്രത്തിൽ നാളെ ഒരു വാർത്ത വന്നില്ലെങ്കിൽ, അത് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടാവുന്നല്ലാതെ എന്റെ ജോലിയൊന്നും പോകാൻ പോകുന്നില്ല. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റിന്റെ പത്രത്തിൽ ഏതെങ്കിലും ഒരു വാർത്ത വന്നില്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കും. അപ്പൊ ആ ജേർണലിസ്റ്റ് എന്ത് ചെയ്യും? അവർ ഉള്ള വാർത്ത എടുത്തടിക്കും. ഏതെങ്കിലും വാർത്ത മാധ്യമ സിൻഡിക്കേറ്റ് എന്നോ നിങ്ങൾ പറയുന്ന ആളുകൾ ചോർത്തി കൊടുത്തതായ വാർത്ത എടുത്തടിക്കും. അതല്ലാതെ പിന്നെ അവന്റെ ജോലി അവൻ നോക്കണ്ടേ? നിങ്ങൾ ചെയ്യേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ കാലഘട്ടമൊന്നുമല്ല. ഇപ്പോ AKG സെന്റർ ഫോർ ഇൻഫർമേഷൻ തുറക്കും. ഇത് നോളജ് അറിയാണ്. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ നാളെ എന്താണ് പറയാൻ പോകുന്നത് ഇന്റർനെറ്റിലൂടെ കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ അതൊരു മലയാളിക്ക് മനസ്സിലാവാമെങ്കിൽ മലയാളിയുടെ നിങ്ങൾ ഈ പറഞ്ഞ ആകാംക്ഷ പലരും മുതലെടുത്തിട്ടാണ് ഈ വാർത്തകൾ വരുന്നത്, ഈ വാർത്തകൾ അറിയപ്പെടുന്നത്. അതിൽ ജേർണലിസ്റ്റുകൾക്ക് ന്യൂസ് വളരെ നിഷ്കളങ്കമായിട്ടുള്ള പ്രവർത്തിയായിട്ടാണല്ലോ കാര്യത്തിൽ. അതായത് വാർത്തകൾ കിട്ടാത്തത് കൊണ്ട് നല്ല വാർത്ത എവിടെ പോയി ക്ലാരിഫൈ ചെയ്യും, അത് സത്യമാണോ അല്ലെന്ന് നോക്കും. അവനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പത്രത്തിൽ വരുന്ന വാർത്ത എങ്കിലും അടിക്കുക എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചിടത്തോളം. ഇത് ജോലിയുടെ പ്രശ്നമാണ്. ജേർണലിസം എന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടാൻ സാമൂഹ്യ പ്രവർത്തനം മാത്രമാണോ? ഇത് രാഷ്ട്രീയ പോലെ സാമൂഹ്യ പ്രവർത്തനമാണോ? അത് മാത്രമല്ല, ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ജോലിയും കൂടെ പ്രശ്നമാണ്. കാരണം ഞാൻ ജേർണലിസം വെറും കാശിന് വേണ്ടി ചെയ്യാമെന്നില്ല. ഒരു ജേർണലിസ്റ്റിന് ഒരു പത്രം ഇല്ലെങ്കിൽ ആരും നിൽക്കാൻ പറ്റുമോ? ഏത് ജേർണലിസ്റ്റ് ആയാലും ഒരു പത്രം ഇല്ലാത്ത ജേർണലിസ്റ്റിനെ ഇവിടെ നിങ്ങൾ മതിക്കോ? രാഷ്ട്രീയക്കാരെ മതിക്കോ?